ആർ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, ഈ കാര്യത്തിൽ ഗൗരവമുള്ള ഒരു കേസാണ്. ആ കേസിലെ പ്രതികളൊക്കെ തന്നെയാണ് ഇങ്ങനെ ഊരി പോകുന്നത്. ഊരി പോകുന്നത് പറഞ്ഞാൽ എന്താണ്? കസ്റ്റഡിയിലുള്ള സമയത്ത് ഇവരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരുടെ അധികാരശേഷി, ഈ കേസിന്റെ പ്രാധാന്യം, ഈ കേസിലെ തെളിവുകൾ വളരെ പരമപ്രധാനമാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്കാണ് ഓരോരുത്തരും പുറത്തേക്ക് പോകുന്നതിൽ ഗൗരവമടക്കം നമ്മൾ മാധ്യമപ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചു. ആ ചോദ്യം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയും ചോദിക്കുന്നത്. എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് കോടതിയും ഉന്നയിക്കുന്നത്? അനന്തൻ, വളരെ ഗൗരവമുള്ള കാര്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമുക്കടക്കം, മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും അടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ സംശയമാണ്. കാരണം ഈ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം വൈകുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും SIT ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അവർ ഓരോ ഘട്ടത്തിൽ, ഇപ്പോൾ നമുക്കറിയാം, ഒരു മാസവും 2 ആഴ്ചയുമാണ് ആദ്യം അന്വേഷണത്തിന്റെ പരിധി നിശ്ചയിച്ചത്. പക്ഷേ അതുകൊണ്ടും അന്വേഷണം തീർന്നില്ല. പിന്നീടും ദീർഘിപ്പിച്ചു. 3ാമതും കോടതി അന്വേഷണ പരിധി ദീർഘിപ്പിച്ച് നൽകി. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പ്രതികളൊക്കെ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായി എന്താണ്? അത് ഇതുവരെയും ഒരു പൊതുജന സമക്ഷത്തിൽ, അല്ലെങ്കിൽ കോടതിക്ക് പുറത്തേക്കോ, അല്ലെങ്കിൽ ഈ രഹസ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സീൽഡ് കവറിന് പുറത്തേക്കോ അതിന്റെ കാരണങ്ങൾ വന്നിട്ടില്ല. ഒരു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് ഇവരെല്ലാം ചെയ്ത ക്രൈം എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല, ഇവരെല്ലാം 11 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു രഹസ്യ സ്വഭാവം ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. പത്മകുമാറുണ്ട്, എൻ വാസുണ്ട്, പ്രധാനപ്പെട്ട പ്രതികൾ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ഇനിയിപ്പോൾ മുരാരിമാവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മറ്റും നമുക്കിനിയുള്ള പ്രതീക്ഷകൾ ED ഈ കേസിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നത് കൂടി ഒരുപക്ഷെ ഒരു പോസിറ്റീവായി കാണാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഇനി അടുത്ത, എനിക്കൊന്നിപ്പം എത്ര ദിവസമായി ഇപ്പോൾ പത്മകുമാർ കിടന്നിട്ട്? പത്മകുമാറിന് ഇപ്പോൾ ആവാൻ പോവുകയാണ്. അതിലും വലിയ ഗുരുതരമായ പ്രശ്നമുള്ളത്, മൊത്തം ഈ ക്രൈമിന്റെ ഏകോപനം നടത്തിയ ഒരു പ്രതിയുണ്ട്, 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞു. 2ാമത്തെ കേസിൽ ജാമ്യം കിട്ടാൻ കാരണം ആ 2ാമത്തെ കേസിന്റെ അറസ്റ്റിന്റെ കാലാവധി അടുക്കുകയാണ്. അതിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിന് കിട്ടിയ അതേ ജാമ്യ വ്യവസ്ഥയിലുള്ള, അല്ലെങ്കിൽ അതേ വ്യവസ്ഥയിലുള്ള സ്വാഭാവിക ജാമ്യം ലഭിക്കും. സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടോ? കാരണം സംശയിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ പ്രതിപക്ഷം പറയുന്നു സമ്മർദ്ദമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് SIT അല്ലെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ അയ്യപ്പ ഭക്തരും, മലയാളികൾ ഒന്നടങ്കവും കാത്തിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവർ ഈ സ്വർണം മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു, ഇവർ ഉരുക്കിയെടുത്തു എന്നുള്ള അവരുടെ വാദം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതിയിലും SIT പല രീതിയിലും അവരുടെ ആ ഒരു കണക്കുകൂട്ടൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം എന്താണ് ഈ സ്വർണം ചെയ്തത്? ഈ സ്വർണം എന്തുകൊണ്ടാണ് റിക്കവറി ചെയ്യാത്തത്? ഈ സ്വർണം എവിടെയാണ് ഇരിക്കുന്നത്? അതിനൊരു ഉത്തരം ഇതുവരെ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നഷ്ടപ്പെട്ട സ്വർണം റിക്കവർ ചെയ്യാതെ എങ്ങനെ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ ഇവർ നിൽക്കുന്നത്? അതല്ല, ഈ സ്വർണം പോയ വഴിയിൽ പോകാൻ രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഇനി മുന്നോട്ട് പോകുന്നതിന് അവർക്ക് തടസ്സമായുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് പുറത്തു പറയണ്ടേ? അതല്ലെങ്കിൽ അത് കോടതിയിൽ പറയണ്ടേ? അതല്ലെങ്കിൽ ഇവർക്ക് ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫർദർ ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? അപ്പോൾ അതിന് ഒരു മറുപടി ഈ ഘട്ടത്തിലെങ്കിലും വന്നില്ലെങ്കിൽ SIT സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ ഗൗരവമുള്ള കേസിൽ കുറ്റപത്രം എന്തുകൊണ്ട് നൽകുന്നില്ല SITക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നത് ശരിവെക്കുന്ന രീതിയിലേക്കാണോ ഈ പോക്ക് എന്ന് പൊതുജനം സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അതേ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഹൈക്കോടതിയും ഈ സംശയം ഉയർത്തുന്നത്.